ഇന്നൊരു അടിപൊളി സ്പോട്ടിലാണ് ട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. വെക്കേഷനൊക്കെ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇത്. പാലക്കാട് ജില്ലയിലെ നെന്മാറ പെറ്റ്സ് പാർക്ക്. ഈ ഗ്രില്ലിട്ട ആ ഭാഗത്താണ് നമ്മുടെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ശേഷം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്നേക്ക് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് ബേഡ്സുകളും സ്നേക്ക് ബേഡ്സിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മങ്കി ഉണ്ട്, ഒട്ടകപ്പക്ഷി, ഒട്ടകം, കുതിര, പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിന് നമുക്ക് സെപ്പറേറ്റ് 50 രൂപ കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് വരുന്ന ചാർജ് 150 രൂപയാണ്. ഹോഴ്സ് റൈഡിനായിട്ട് 50 രൂപ, കയറണമെന്നുണ്ടെങ്കിൽ മാത്രം 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോഴ്സ് റൈഡ് ഫ്രീ ആണ്. വലിയവർക്കാണെങ്കിൽ മാത്രമാണ് 50 രൂപ കൊടുക്കേണ്ടത്. പിന്നെ സൺഡേസിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കണ്ടില്ലേ, ഞങ്ങൾ സൺഡേ ആണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത് ഇവിടെ വരുന്നത് ഈ സ്നേക്കിനെ തോളിൽ ഇട്ട് തരാനും കൈ പിടിക്കാനൊക്കെ തരുന്നില്ലേ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ വരുന്നത് മെയിനായിട്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാത്തൊരു സംഭവം തന്നെയാണ്. സ്നേക്കൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊരു ഗ്ലാസിൻ്റെ ഒരു എന്താണ് ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും കാണുക. നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവയെ നമുക്ക് തോളിലിടാനും കയ്യിൽ പിടിക്കാനൊക്കെ തരുന്നതുകൊണ്ട് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ സൺഡേസ് ഇതുപോലെ തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് മേടിക്കാനുള്ള തിരക്കായിരിക്കും. കാരണം അവർ മെയിനായിട്ട് വരുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ്. അല്ലാതെ ബേഡ്സിന് എല്ലാവരും ഈ ഒരു ഭാഗത്തായിരുന്നു തിരക്ക് തന്നെ. എന്താ പറഞ്ഞാൽ ബേഡ്സിനെ ഈ ഒരു തത്തനെ പോലെയുള്ള ആ ഒരു ഇതില്ലേ, എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതിനെയൊക്കെ കയ്യിൽ പിടിക്കാനും ഈ പാമ്പിനെ കഴുത്തിലിടാനും ഇതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ തിരക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ചുറ്റും ആൾക്കാർ വെയിറ്റിംഗ് ആണ്. വീഡിയോ ഒരാളുടെ എടുക്കാൻ കഴിഞ്ഞ് തന്നെ കഴിഞ്ഞാൽ അടുത്ത ടൈം ആളെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്കൊരു പിടിച്ചിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ ഇതിൻ്റെ പുറകിലായിരുന്നു. ആരും ആ പാർക്കിൻ്റെ സൈഡിലേക്ക് തന്നെ അധികം പോകുന്നത് കണ്ടില്ല. മക്കളും പോവാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നത്. നല്ല തിരക്കുള്ള ടൈമിൽ ഈ ബേഡ്സൊക്കെ ഇല്ലേ, അവർ സ്നേക്കൊക്കെ എല്ലാവരും എടുക്കുന്നത് കൊണ്ട് ഒരുപാട് ടൈം എടുക്കുമ്പോൾ ഒരു പാനിക് ആവുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ഒരു കൂട്ടിലിടും. ആ ടൈമിലാണ് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വരാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അവരെ പുറത്തേക്ക് കുറച്ച് നേരത്തേക്ക് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് തിരക്കുള്ള സമയത്ത് പോവണ്ട എന്നുള്ളത്. അല്ലാത്ത ഒരു ദിവസം പോകുന്നതായിരിക്കും ബെറ്റർ. ഇത് എലിയാണ് കേട്ടോ, വെള്ള കളറുള്ള എലി വലുതായിരുന്നു. പിന്നെ കുറച്ച് പേരുടെയൊക്കെ പേര് ഇവിടെ പുറത്തൊട്ടിച്ചിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല ശബ്ദങ്ങളായിരുന്നു കേട്ടോ, ബേഡ്സൊക്കെ ഉള്ളതുകൊണ്ട്. നല്ല ഒരു കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ലേ, അതുപോലെ നല്ല ശബ്ദമായിരുന്നു. ഇത് നമ്മുടെ മുള്ളൻപന്നിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് കുട്ടികളായതുകൊണ്ടായിരിക്കും ഈ കളറിലായിരുന്നത്. ഇവരെയൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ തരും. പക്ഷേ ഇപ്പോൾ തിരക്ക് കൂടുതലായത് കൊണ്ടായിരിക്കാം ഉള്ളിലിട്ടിരിക്കുന്നത്. ഇത് ഒട്ടകപ്പക്ഷീൻ്റെ കുട്ടികളാണ് കേട്ടോ ഇവർ. ഇത് നമ്മുടെ വലിയ ഒട്ടകപ്പക്ഷിയാണ്. ഒരുപാട് ഏരിയാസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നടന്ന് നമുക്ക് കാല് കഴിക്കാനുള്ള അത്രയ്ക്കൊന്നും നടക്കാനൊന്നുമില്ല.
ഇതൊരു റൗണ്ടിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവിടേക്ക് തന്നെ എത്തുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ബേഡ്സുകളും ഇവരൊക്കെ ഇരിക്കുന്ന ഏരിയ ആണെങ്കിലും വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുണ്ടല്ലേ ഹോഴ്സ് റൈഡ്. പിന്നെ ദേ ഈ ഒരു വർഗ്ഗം ഉണ്ടായിരുന്നു, ഓന്തിൻ്റെ ആ ഒരു ഇത്, ഇഗ്വാന എന്നാ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അവരുടെ അതേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഒരു ഗ്രീന്. പിന്നെ ഈ മങ്കി ആള് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. ആൾ ഒരേ ഓടി കളിക്കലായിരുന്നു. സാധാരണ ഒരു മങ്കിയുടെ അല്ല, ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു ആളും. പിന്നെ ഫിഷ് ഉണ്ട്, ഈ ഒരു ടാങ്കിലാണ് വെച്ചിരിക്കുന്നത്. അത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയ ശേഷം പിന്നെ ഇതേ നമ്മുടെ വലിയ ആ ഒരു ആമ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേരുണ്ടാവും കേട്ടോ, പേരൊന്നും എനിക്കറിയില്ല. നല്ല തിരക്കായത് കൊണ്ട് തന്നെ ആരുടെ അടുത്തും ഒന്നും ചോദിക്കാനും കൂടി ടൈമില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്കായിരുന്നു. സ്റ്റാഫുകളൊന്നും അധികം ഇല്ല. സ്റ്റാഫുകൾ ഈ ബേഡ്സ് തരാനോ കുറച്ച് സ്റ്റാഫും ഒന്നോ രണ്ടോ സ്റ്റാഫും പിന്നെ ഈ സ്നേക്ക് ഇട്ട് തരാനുള്ള അവിടെയും ഒരു 2 സ്റ്റാഫ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്റ്റാഫുകൾ. ഈ സ്നേക്ക് എനിക്ക് ഇടാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ വീടെത്തി കഴിഞ്ഞിട്ട് പിന്നെ തോന്നും അത് എല്ലാവർക്കും ഉള്ളതായിരിക്കും, വെറുതെ ഒന്ന് ഇട്ട് നോക്കായിരുന്നു എന്ന് വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാണ്. പക്ഷെ നല്ല പേടിയായിരുന്നു കേട്ടോ. ആൾ ഇളകുമ്പോഴൊക്കെ നമുക്ക് ശരീരത്തിൽ കൂടെ അങ്ങനെ കഴിയുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.